കടും ചൂട് അവസാനിച്ചു. സൂര്യൻ മെല്ലെ ചാഞ്ഞിറങ്ങി. യേശു ഗലീലിയ തടാകത്തിലൂടെ നടക്കുകയാണ്. ആ അവസരത്തിൽ ആ കടൽ തീരത്ത് വഞ്ചി നന്നാക്കുന്നവരുണ്ട്, വല കഴുകുന്നവരുണ്ട്, വല തൂക്കിപ്പിടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന വഴിക്ക് രണ്ട് ചെറുപ്പക്കാരെ കണ്ടു. ഒരാളിൻ്റെ പേര് പത്രോസ് എന്നും മറ്റേയാളുടെ പേര് സഹോദരൻ അന്ത്രയോസ് എന്നുമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ അനുഗമിക്കുക. അവർ വഞ്ചി ഉപേക്ഷിച്ചു, വല ഉപേക്ഷിച്ചു, അവർ യേശുവിനെ അനുഗമിച്ചു. സൂര്യൻ അന്ത്യയാത്ര പൂർത്തിയാക്കാൻ പോവുകയാണ്. ഈ അവസരത്തിൽ അവിടെ വല നന്നാക്കുന്ന രണ്ടുപേരെ കണ്ടു, യാക്കോബും യോഹന്നാനും. അവർ സഹോദരങ്ങളാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. അവർ അവരുടെ വഞ്ചി ഉപേക്ഷിച്ചു, പിതാവിനെ വിട്ടു, യേശുവിനെ അനുഗമിച്ചു. ഉപേക്ഷിക്കാതെ യേശുവിനെ നേടാൻ കഴിയുകയില്ല. ആര് യേശുവിനെ പിന്നാലെ പോകുന്നുവോ ഒരു ഉപേക്ഷിക്കുന്നതിൻ്റെ ഒരു കഥയുണ്ടാകും, രക്ഷിക്കുന്ന ഒരു അനുഭവമുണ്ടാവും, ധ്യാനത്തിന് ഒരു വിഷയമായി തീരും. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വല വീശുന്ന സഹോദരങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എത്ര കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരായിരുന്നു പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനുമെല്ലാം. അവരെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ്. യേശു പറയുന്ന ഒരു വാഗ്ദാനം, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഈ ലോകം മുഴുവനും ക്രിസ്ത്യാനികൾ വളർന്നത് ഈ ശിഷ്യന്മാരിലൂടെയല്ലേ? യേശു കൊടുത്ത വചനം അവരുടെ ഹൃദയങ്ങളിൽ അലതല്ലി ചെറു ഓളം പോലെ വളർന്നു വന്ന് അവരുടെ ജീവത്യാഗമല്ലേ? ഈ ജീവത്യാഗത്തിലേക്ക് ആയിരങ്ങളെ, പതിനായിരങ്ങളെ യേശു വിളിക്കുന്നു. ഇത് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വചനം കൊടുക്കുമ്പോഴാണ് അത് വളരുന്നത്. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. നന്ദി. ദൈവം അനുഗ്രഹിക്കുന്നു.